ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. എപ്പിസോഡ് 21. ഞാൻ മിടുക്കനാണ്. ഞാൻ മിടുക്കനാണ്, മിടുക്കിയാണ്. സാമാന്യം എല്ലാവരും അങ്ങനെ കരുതുന്നു. അങ്ങനെയൊരു ചിന്തയില്ലാതെ സന്തോഷമായി ജീവിക്കാനും കഴിയില്ലല്ലോ. പക്ഷേ അതിബുദ്ധിമാന്മാർ മുട്ടുമടക്കിയേക്കാവുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാം. അതുപോലൊരെണ്ണം കൺഫ്യൂഷ്യസ് കോൺക്യൂവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചൈനീസ് സഞ്ചാരി കൺഫ്യൂഷ്യസിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. BC 551 BC 479 ഇടയ്ക്ക് ജീവിച്ചിരുന്ന വലിയൊരു ബുദ്ധിമാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് നിരവധി ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. വളരെയേറെ ദേശങ്ങളിൽ അദ്ദേഹം പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാരവേളയിൽ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 കുട്ടികൾ വഴക്ക് കൂടുന്നുണ്ട്. പൊരിഞ്ഞ പോരാട്ടം. സ്വന്തം അറിവിലും ബുദ്ധിയിലും മതിപ്പുണ്ടായിരുന്ന അദ്ദേഹം അടുത്ത് ചെന്ന് വഴക്കിൻ്റെ കാരണം അന്വേഷിച്ചു. ഒരുത്തൻ പറഞ്ഞു, പ്രഭാതത്തിലാണ് സൂര്യൻ അടുത്ത് വരുന്നതെന്ന് ഞാൻ തെളിയിച്ചിട്ട് ഇവൻ സമ്മതിക്കുന്നില്ല. അടുത്തായിരിക്കുമ്പോഴാണല്ലോ വസ്തു വലുതായി കാണുന്നത്. ഇത് പറഞ്ഞു തരുന്നതിന് മുമ്പ് അടുത്തവൻ ചാടി വീണു. അവൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഉച്ചയ്ക്കല്ലേ ചൂട് കൂടുതൽ, സൂര്യൻ അടുത്തായിരിക്കുമ്പോഴല്ലേ കൂടുതൽ ചൂട് അനുഭവപ്പെടുക. കൺഫ്യൂഷ്യസ് താഴെ ഇറക്കി വെച്ച് മാറാപ്പെടുത്ത് തോളിലിട്ടിട്ട് ഒന്നും പറയാതെ നടന്നു പോയി കളഞ്ഞു. മറ്റൊരു സംഭവം പറയാം. ഒരാശ്രമത്തിൽ ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരും താമസിച്ചിരുന്നു. ശിഷ്യന്മാർക്ക് അറിവ് കൂടുതലെന്ന തോന്നലുണ്ടായോ എന്ന് ഗുരുവിന് സംശയം. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഗുരു കുടിലിൻ്റെ കോണിൽ വെറുതെ ഇരിപ്പായി. പതിവ് പൂജകളുമില്ല, ഭക്ഷണവുമില്ല, ആരോടും മിണ്ടുന്നുമില്ല. ചോദിച്ചവരോട് നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന നല്ല പ്രശ്നമെന്നായിരുന്നു ഗുരു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ശിഷ്യൻ അടുത്തുകൂടി പറഞ്ഞു, എന്ത് പ്രശ്നമാണേലും പരിഹാരമുണ്ടല്ലോ എന്ന്. ഗുരു പറഞ്ഞു തുടങ്ങി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അതിൽ ഒരു പൂന്തോട്ടത്തിൽ ഒരു ചിത്രശലഭമായി ഞാൻ പറന്ന് നടക്കുന്നതായിട്ടാണ് കണ്ടത്. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം യഥാർത്ഥമാണെന്നാണല്ലോ തോന്നുക. എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ശരിക്കും ഞാൻ ആരാണെന്നതാണ്. മനുഷ്യജീവിതം സ്വപ്നം കാണുന്ന ചിത്രശലഭമാണോ, ചിത്രശലഭമായിരുന്നെന്ന് സ്വപ്നം കണ്ട മനുഷ്യനാണോ? ഏതായാലും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു ശിഷ്യനും കഴിഞ്ഞില്ല. അറിവുണ്ടെന്ന് ഭാവിക്കുന്നത് ശ്രദ്ധിച്ചു വേണമെന്ന് അവർക്ക് മനസ്സിലായെന്ന് തോന്നിയപ്പോൾ ഗുരുജി നാടകം അവസാനിപ്പിക്കുകയും ചെയ്തു. നന്ദി. വീണ്ടും കാണാം.